ഹായ് ഹലോ, നമുക്ക് പുതിയൊരു കേക്ക് വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് ഓർഡേഴ്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളേക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴേ സ്പഞ്ചസ് ഓരോന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യണത്. 2 kg വെയിറ്റ് വരുന്ന ഒരു 2 ടയർ കേക്കും പിന്നെ 2 1/2 kg കേക്കാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാം ബേക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എല്ലാ കേക്കും ഓരോന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണ്, പക്ഷേ അധികം കളേഴ്സൊന്നുമില്ല അല്ലേ. ഞാനങ്ങനെ ഒരുപാട് കളർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. റെഡ് കളർ ഒരുപാട് ആഡ് ചെയ്താൽ കറക്റ്റ് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ റെഡ് കളർ കിട്ടും. ഞാനങ്ങനെ ചെയ്യലില്ല. ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. വേണമെന്ന് നിർബന്ധം പറയണവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വനില കേക്കാണ്, 1/2 kg കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമർ നമുക്ക് ഓൾറെഡി മോഡലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 കേക്കും വനില തന്നെയാണ് 1/2 kg വരുന്നത്, പിന്നെ ഒരു 2 ടയർ കേക്കാണല്ലോ. അപ്പോൾ ഞാൻ വൈകിട്ട് ബാങ്ക് കൊടുക്കുമ്പോഴേക്കിന് എല്ലാ കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 2 ടയർ കേക്കിൻ്റെ കൂടെ നമുക്കൊരു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വലിയ റിസ്ക് ഉള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു ചോക്ലേറ്റുള്ള ചെറിയൊരു ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്ത് തരാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നോർമലി ഞാൻ ഹാമ്പർ ഒന്നും ചെയ്യാറില്ല, അനീതിയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അവൾക്ക് വീട്ടിൽ കല്യാണത്തിന് തിരക്കായതുകൊണ്ട് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവർക്ക് ഒരുപാട് മിഠായി എത്ര വേണമെന്നൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ഒരു വണ്ട് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ, ഈച്ചയൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സും തന്നെ ഞാൻ പോയി മേടിച്ചതല്ല, ഇക്കങ്ങനെ മോന് മേടിച്ചതാണ്. അവനെ അവിടുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ കാണിച്ച് തന്നിട്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. എനിക്കത് പോയി മേടിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അത് പിന്നെ കസ്റ്റമർ ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹാമ്പറും കൂടി സെറ്റ് ചെയ്ത് തരുമോ ചോദിച്ചത്. അപ്പോൾ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കിങ്ങനെ മേടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ, എങ്ങനെ വെക്കണം എങ്ങനെ ചെയ്യണം എന്നൊന്നും. അപ്പോൾ അവർ പറഞ്ഞ അത്യാവശ്യം ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മാക്സിമം കൊള്ളണ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. താഴെ തെർമോക്കോളൊന്നും കൊടുക്കണില്ല കേട്ടോ. വലിയ ബോക്സൊന്നും മേടിച്ചിട്ടില്ല, ചെറിയൊരു ബോക്സാണ് കേട്ടോ. ഈ ഒരു കസ്റ്റമർക്ക് മോളുടെ ബർത്ത്ഡേ 4th ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് അവരെ ആ ഒരു കേക്കിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന രൂപത്തിൽ വെക്കാനുള്ളതാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ കേക്കിന് മാച്ചായിട്ട് മേടിച്ച ബോക്സൊന്നും അല്ല കേട്ടോ. അവിടെ കണ്ടതിൽ എനിക്കിഷ്ടമായൊരു ബോക്സ് മേടിച്ചു എന്നേ ഉള്ളൂ. ചോക്ലേറ്റും തന്നെ ഇന്ന ചോക്ലേറ്റ് വേണമെന്ന് ബ്രാൻഡ് നമ്മളടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കിറ്റ്കാറ്റും ഗാലക്സിയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇനി ഓരോ കേക്കായിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോഴേക്കും എല്ലാം സെറ്റ് ആവും കേട്ടോ. ഇതിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഓരോ കേക്കായിട്ട് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. 2 ടയർ കേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഓൾറെഡി ചെയ്ത കേക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളൊരു കേക്കായിരുന്നു. ആ ഒരു കേക്ക് ഞാനിപ്പോൾ ഒരു 4 വട്ടമായിട്ടോ ചെയ്യണത്. സെയിം അതേ മോഡൽ തന്നെ ചെയ്ത് അതേ കളറിൽ തന്നെ വേണമെന്ന് കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്ത വാക്ക് പിന്നെയും ചെയ്യാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു കേട്ടോ. കാരണം അവരങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള കളറ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ റെഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിൽ റെഡ് ബട്ടർഫ്ലൈസ് എൻ്റെ അടുത്ത് കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ ടൈമിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തിരഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്ലൂ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ആ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ വൈറ്റ് ക്രീമിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോട്ടോ ലൈൻ ഡിസൈനിൽ പോലെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ബ്ലൂ ക്രീമിൽ ആ ഒരു ടൈമിൽ ഡെലിവറിയുടെ കുറച്ച് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ കേക്കും ഫൈനൽ കോട്ട് ചെയ്തിട്ട് കിടക്കുമ്പോൾ സമാധാനമാണ് കേട്ടോ. ഈ ഒരു 1/2 kg കേക്ക് ഉണ്ടല്ലോ, ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ ചെയ്ത ഡിസൈനാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ബ്രൈഡ് ടു ബി കേക്കാണ്. ബ്രൈഡ് ടു ബി കേക്ക് അവരുടെ ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു കുട്ടിയുടെ ഡ്രസ്സ് ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറിലാണ് നമ്മളടുത്ത് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.
ഇതിൽ സിമ്പിളായിട്ട് ഒന്നും ചെയ്യേണ്ട, ഒരു ടോപ്പർ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ 4 കേക്കും ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മൾ ബോക്സസൊക്കെ ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ടൈമിലാണല്ലോ കേക്ക് കൊടുക്കാൻ, അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒന്നുകൂടെ സുഖമാണ്. അബി ഉള്ളതുകൊണ്ട് കുട്ടീനെ നോക്കാനാവുമ്പോൾ നമുക്ക് പറഞ്ഞ ടൈമിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റേത് ഞാൻ രാവിലെ നേരത്തെ ചെയ്ത് വെക്കും. അവന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഓരോ കേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം ഡെലിവറിയുടെ ടൈമിൽ അല്ലുൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അബി ഉള്ളതുകൊണ്ട് നമുക്ക് ഈസിയാണ് കേട്ടോ. അവർ വരുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു കേക്ക് ഞാൻ പിന്നെ ഡെലിവറിയുടെ ടൈമിലാണ് കേട്ടോ ഈ ഒരു ബ്ലൂ ക്രീമൊക്കെ കൊടുക്കുന്നത്. സ്റ്റേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ഡെലിവറിയുടെ ഒരു അരമണിക്കൂർ മുന്നെയാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഫുൾ വർക്ക് കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പാക്ക് ചെയ്യുമ്പോഴേക്കിന് ആ ഒരു ടൈം ആവും. അപ്പം നമുക്ക് നേരെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. ഈ 2 ടയറും 3 ടയറൊക്കെ ആകുമ്പോൾ എപ്പോഴും അങ്ങനെയെന്നല്ല, നമുക്ക് 2-3 കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓർഡേഴ്സ് ഇല്ലാതെ ഒരു 3-4 ദിവസം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നമുക്ക് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെയും ഹാമ്പറിൻ്റെയും ഫൈനൽ ലുക്ക്. അത് നമ്മൾ അങ്ങനെ ഡെലിവറി ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു 1/2 kg കേക്ക്, ഈ ഒരു കേക്ക് ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ അടുത്ത് ഹംദുവിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത സെയിം ഡിസൈനാണ് കേട്ടോ കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ 1 kg ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 1/2 kg കേട്ടോ. ഈ ഒരു കേക്ക് കസ്റ്റമർ ഇവിടെ വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോയി കേട്ടോ. ഡെലിവറി നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അവർ വീട്ടിൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ ഇത്. അവരുടെ ബേബീൻ്റെ ഡ്രസ്സും ഏകദേശം ഈ ഒരു ബ്ലൂ തീമിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്ത വർക്ക് റിപ്പീറ്റായിട്ട് ചെയ്യാമെന്നുള്ളത് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്ത വർക്ക് ബാക്കി നമുക്ക് അയച്ചു തരുമ്പോൾ ആ ഒരു വർക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടമാവേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കേക്ക് നമ്മൾ ഈ ഒരു ബ്രൈഡ് ടു ബി കേക്കാണ് കേട്ടോ. ഇതൊരു 3 മണിക്ക് കൊടുത്തയക്കാനുള്ളതായിരുന്നു. ഇത് നോർമൽ കേക്ക്, ഈ ഒരു ടോപ്പർ മാത്രമേ വെക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കേക്കും പാക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓരോ കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ച് കൊടുക്കാമെന്ന്